സഭാപ്രസംഗകൻ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1. സഭാപ്രസംഗകന്റെ പുസ്തകം ബൈബിളിലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ജ്ഞാന സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. 2. സഭാപ്രസംഗകന്റെ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു? ഉത്തരം ദാവീദിന്റെ പുത്രനും ജെറുസലേമിലെ രാജാവുമായ സോളമൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. സഭാപ്രസംഗകൻ എന്ന പേരിന്റെ അർത്ഥമെന്ത്? ഉത്തരം ജനസമൂഹത്തോട് സംസാരിക്കുന്നവൻ, ഉപദേശകൻ അല്ലെങ്കിൽ പ്രസംഗകൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന വിഷയം എന്താണ്? ഉത്തരം ദൈവമില്ലാത്ത ജീവിതത്തിന്റെ വ്യർത്ഥതയും ദൈവഭയമുള്ള ജീവിതത്തിന്റെ മൂല്യവും. ക്വസ്റ്റ്യൻ നമ്പർ 5. സഭാപ്രസംഗകന്റെ പ്രധാന സന്ദേശം എന്താണ്? ഉത്തരം ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 6. ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന പദം ഏതാണ്? ഉത്തരം മായ. മായ, സകലവും മായ. ക്വസ്റ്റ്യൻ നമ്പർ 7. മായ എന്ന പദം ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ജീവിതത്തിൻ്റെ നശ്വരതയെയും താൽക്കാലികതയെയും. ക്വസ്റ്റ്യൻ നമ്പർ 8. സോളമൻ എന്തെല്ലാം കാര്യങ്ങളിൽ സന്തോഷം അന്വേഷിച്ചു? ഉത്തരം ജ്ഞാനം, സമ്പത്ത്, സുഖഭോഗങ്ങൾ, അധികാരം, കഠിനാധ്വാനം എന്നിവ. ഇവിടെ ശലോമോൻ എന്ന് പറയുന്നതാണ് സോളമൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇവയിലൂടെ സോളമൻ സ്ഥിരമായ സംതൃപ്തി ലഭിച്ചോ? ഉത്തരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 10. മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷം എവിടെയാണ്? ഉത്തരം ദൈവത്തിലുള്ള ജീവിതത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. സഭാപ്രസംഗകന്റെ പുസ്തകം ജീവിതത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? ഉത്തരം ജീവിതം ചെറുതും നശ്വരവുമാണ്, അതിനാൽ ദൈവത്തെ ആശ്രയിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഈ ഗ്രന്ഥം യുവജനങ്ങൾക്ക് നൽകുന്ന പ്രധാന ഉപദേശം എന്താണ്? ഉത്തരം യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയം ഉണ്ടെന്ന് പറയുന്ന അധ്യായം ഏത്? ഉത്തരം അധ്യായം 3. ക്വസ്റ്റ്യൻ നമ്പർ 14. മനുഷ്യൻ ഭാവിയെ പൂർണ്ണമായും അറിയുമോ? ഉത്തരം ഇല്ല, അത് ദൈവത്തിന്റെ അധികാരത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെ അന്തിമ ഫലം എന്താണ്? ഉത്തരം ദൈവത്തിന്റെ അനുഗ്രഹം വ്യർത്ഥമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. സഭാപ്രസംഗകൻ നമ്മെ എന്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നു? ഉത്തരം ലൗകിക സുഖങ്ങളിലും സമ്പത്തിലും മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 17. ദൈവം മനുഷ്യനോട് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവഭയവും അനുസരണയും. ക്വസ്റ്റ്യൻ നമ്പർ 18. സഭാപ്രസംഗകന്റെ അവസാന നിഗമനം എന്താണ്? ഉത്തരം ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പാലിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 19. ഈ ഗ്രന്ഥം ഇന്നത്തെ വിശ്വാസികൾക്ക് എന്ത് പ്രയോജനം നൽകും? ഉത്തരം ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. സഭാപ്രസംഗകന്റെ പുസ്തകത്തിന്റെ കേന്ദ്ര ആശയം എന്താണ്? ഉത്തരം ദൈവമില്ലാത്ത ജീവിതം വ്യർത്ഥമാണ്, ദൈവത്തോടു കൂടിയ ജീവിതം അർത്ഥപൂർണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. സോളമൻ ഏത് രാജാവിന്റെ പുത്രനായിരുന്നു? ഉത്തരം ദാവീദ് രാജാവിന്റെ പുത്രനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. സോളമന് ദൈവം നൽകിയ പ്രത്യേക വരം എന്തായിരുന്നു? ഉത്തരം അസാധാരണമായ ജ്ഞാനം. 23. മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങളും എന്തുകൊണ്ട് വ്യർത്ഥമാകാം? ഉത്തരം ദൈവത്തെ ഒഴിവാക്കി ചെയ്യുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 24. സൂര്യന് കീഴിലുള്ള ജീവിതം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ദൈവത്തെ പരിഗണിക്കാതെയുള്ള ഭൗതിക ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 25. സഭാപ്രസംഗകൻ മനുഷ്യജീവിതത്തെ എങ്ങനെ ചിത്രീകരിക്കുന്നു? ഉത്തരം ക്ഷണികവും നശ്വരവുമായ ഒന്നായി. ക്വസ്റ്റ്യൻ നമ്പർ 26. മനുഷ്യന് എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമോ? ഉത്തരം ഇല്ല, ദൈവത്തിനെ കഴിയൂ. ക്വസ്റ്റ്യൻ നമ്പർ 27. സമ്പത്ത് മാത്രം സന്തോഷം നൽകുമോ? ഉത്തരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 28. ജ്ഞാനം പ്രധാനമാണെങ്കിലും അതിന് പരിധിയുണ്ടോ? ഉത്തരം ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് വെച്ചിരിക്കുന്നു? ഉത്തരം നിത്യതയെക്കുറിച്ചുള്ള ചിന്ത. ക്വസ്റ്റ്യൻ നമ്പർ 30. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എവിടെ കണ്ടെത്താം? ഉത്തരം ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. സഭാപ്രസംഗകൻ എന്തുകൊണ്ട് പ്രശസ്തമായ ഗ്രന്ഥമാണ്? ഉത്തരം ഇന്നും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32. മനുഷ്യൻ തൻ്റെ ഭാവിയെ നിയന്ത്രിക്കാനാകുമോ? ഉത്തരം പൂർണ്ണമായും കഴിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 33. ദൈവം എല്ലാറ്റിനെയും എങ്ങനെ ചെയ്യുന്നു? ഉത്തരം തൻ്റെ സമയത്ത് മനോഹരമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 34. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഉത്തരം ദൈവവുമായി ശരിയായ. നമ്പർ 35. സഭാപ്രസംഗകൻ യുവാക്കളെ എന്തിന് പ്രോത്സാഹിപ്പിക്കുന്നു? ഉത്തരം യൗവനത്തിൽ തന്നെ ദൈവത്തെ ഓർക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. മരണം മനുഷ്യനെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഉത്തരം ജീവിതം താൽക്കാലികമാണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 37.
സോളമൻ ലോകത്തിലെ എന്തെല്ലാം അനുഭവിച്ചു? ഉത്തരം സമ്പത്ത്, അധികാരം, ജ്ഞാനം, ആനന്ദം. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇതെല്ലാം അനുഭവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നിഗമനം എന്തായിരുന്നു? ഉത്തരം ദൈവമില്ലാതെ എല്ലാം വ്യർത്ഥമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. സഭാപ്രസംഗകന്റെ ഗ്രന്ഥം വിശ്വാസികളെ എന്തിലേക്ക് നയിക്കുന്നു? ഉത്തരം ദൈവഭയത്തിലേക്കും അനുസരണത്തിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. മനുഷ്യൻ്റെ അന്തിമ ഉത്തരവാദിത്തം എന്താണ്? ഉത്തരം ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 41. ദൈവം മനുഷ്യൻ്റെ പ്രവൃത്തികളെ വിധിക്കുമോ? ഉത്തരം അതെ. ക്വസ്റ്റ്യൻ നമ്പർ 42. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ദൈവം വിധിക്കുമോ? ഉത്തരം അതെ. ക്വസ്റ്റ്യൻ നമ്പർ 43. ജീവിതത്തിലെ എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ ആരുടെ പരമാധികാരമാണ്? ഉത്തരം ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 44. ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ദൈവത്തെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 45. മനുഷ്യൻ എന്തിൽ അഭിമാനിക്കരുത്? ഉത്തരം സമ്പത്തിലും ജ്ഞാനത്തിലും ശക്തിയിലും മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 46. സഭാപ്രസംഗകന്റെ പുസ്തകം ഏത് നിയമത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം പഴയ നിയമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഈ ഗ്രന്ഥം പ്രധാനമായും ഏത് വിഷയത്തെ ചിത്രീകരിക്കുന്നു? ഉത്തരം ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും. ക്വസ്റ്റ്യൻ നമ്പർ 48. സഭാപ്രസംഗകന്റെ പഠനം വിശ്വാസിക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നു? ഉത്തരം ശരിയായ മുൻഗണനകൾ നിശ്ചയിക്കാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 49. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം എന്താണ്? ഉത്തരം ദൈവത്തെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 50. സഭാപ്രസംഗകന്റെ ആമുഖ പഠനത്തിൻ്റെ പ്രധാന സന്ദേശം എന്ത്? ഉത്തരം ദൈവമില്ലാത്ത ജീവിതം വ്യർത്ഥമാണ്. ദൈവത്തോടു കൂടിയ ജീവിതം അർത്ഥപൂർണവും അനുഗ്രഹീതവുമാണ്.